ശ്ലോകം 8. യത് ബ്രാഹ്മകൽപ്പൈഹ ഭാഗവതദ്വിതീയസ്കന്ധോദിതം ബഭുഃ. ഭാഗവതത്തിൻ്റെ 2-ാം സ്കന്ധത്തിൽ ഭഗവാന്റെ ഒരു വിരാട് രൂപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗവതം 2-ാം സ്കന്ധത്തിലാണിത് പറയുന്നത്. മാധവാചാര്യർ ശൈവനാണെങ്കിലും അവിടെയും ഭഗവാന്റെ മഹിമ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മകൽപ്പേ, ബ്രാഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ കൽപ്പമാണ് ബ്രാഹ്മകൽപ്പം. ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് കൽപ്പം, ഒരു പകൽ. 1000 ചതുർയുഗങ്ങളാണ് ഒരു പകല്. ഒരു ചതുർയുഗം 4 യുഗങ്ങൾ ചേർന്നത് 43,20,000 വർഷമാണ്. അങ്ങനെയുള്ള 1000 ഗുണിക്കുമ്പോൾ 432 കോടി വർഷം എന്ന് കിട്ടും. നമ്മളുടെ ഒരു പകല് ബ്രഹ്മാവിന് 432 കോടി വർഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം 432 × 2 കോടി. ഒരു കൊല്ലം 360 ദിവസമായിട്ടാണ് ഭാഗവതം കണക്കാക്കുന്നത്. അപ്പോൾ 432 × 2 × 360 കോടി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷം. 432 × 2 × 360 × 100 കോടി വർഷം. ഇവിടെ ബ്രാഹ്മകൽപ്പത്തിൽ ഭഗവാന്റെ വിരാട് രൂപത്തിനെ കുറിച്ചുള്ള വർണ്ണന ശ്രീമദ് ഭാഗവതം 2-യ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഇതിനവിടെ ഇതാവുന്നത് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത രൂപമാണത്. നാരായണീയത്തിൽ 6-ാം ദശകത്തിൽ വരുന്ന രൂപമാണ്. ദശകം 6-ൽ ഭഗവാന്റെ വിരാട് രൂപം. അതിന് അദ്ദേഹം പേരുകൾ എന്താ ഇട്ടത്? തസ്യൈവ. അതിന് തന്നെ ഹരിസർവമുഖം നാമ ജഗാദ. ഹരി, സർവൻ മുതലായ പേരുകളാണ് അദ്ദേഹം നൽകിയത് എന്നർത്ഥം. രണ്ടും വിഷുവിൻ്റെ പേരാണെന്നാണ് പറയുന്നത്. ശിവൻ്റെ പേരുകൾ കൊടുക്കാമായിരുന്നില്ലേ? കൊടുത്തില്ല. മഹാവിഷ്ണു സ്വരൂപിയായ ഭഗവാന്റെ, വിഷുവിൻ്റെ പേരുകളാണ് ഹരി, സർവൻ മുതലായത്. ശിവഭക്തനായിട്ടും സത്യം മറച്ചില്ല അദ്ദേഹം. അതാണ്. അപ്പോൾ എല്ലാ പുരാണങ്ങളുടെയും സാരമായിരിക്കുന്ന പുരാണസാരത്തിൽ അദ്ദേഹം ഹരി, സർവൻ എന്നുള്ള പേര് തന്നെ കൊടുത്തു. ശിവനല്ല പ്രാധാന്യം കൽപ്പിച്ചത്, വിഷ്ണുവിനാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവിടെ ആ വർണ്ണിച്ചതായ ശരീരം
യത് വപുഹു, ഏതൊരു വപുസ് ശരീരമുണ്ടോ, ഏതൊരു ശരീരത്തിനെ അവിടെ വർണ്ണിച്ചിട്ടുണ്ടോ, വിരാട് ശരീരത്തിനെ വർണ്ണിച്ചതിനാണ് ഈ പേരുകൾ നൽകിയത്. ശിവനെ ശ്രേഷ്ഠനായിട്ട് കണക്കാക്കുന്ന വിദ്യാരണ്യ സ്വാമികൾ തന്നെ ഈ വിധത്തിൽ ചെയ്തതിൽ നിന്ന് ഗുരുവായൂരപ്പനാണ് എല്ലാ ദേവന്മാരിലും വെച്ച് ശ്രേഷ്ഠൻ എന്ന് വ്യക്തമാണ്. തസ്യൈവ നാമ ഹരിസർവമുഖം ജഗാദ ശ്രീമാധവഃ. ശ്രീമാധവാചാര്യൻ, വിദ്യാരണ്യ സ്വാമികൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ശിവപരോവി, ശിവനെയാണ് ശ്രേഷ്ഠനായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. ശൈവനാണ് അദ്ദേഹം. എങ്കിലും പുരാണസാരത്തിൽ അദ്ദേഹം വിഷ്ണുവിൻ്റെ പേരാണ് ആ വിരാട് രൂപത്തിന് നൽകിയത്.